has put it together in that book. She has led an exemplary life which is very hard to follow. I can't imagine myself praying 4 times a day. She gave away more than the tithe that she had. I believe that she used to give more than 50% or more than that even towards the end of her life for just evangelical work. And most of all, she taught me to love Jesus, whom she loved dearly, who we all love dearly. She taught me to love Jesus. And just as Enoch walked with God, and just as Abraham lived a full life, and I want to just read that verse. Genesis chapter 25 verse 8. And Abraham breathed his last and died in ripe old age, an old man satisfied with life, and was gathered to his people. So also my Amachi now had lived a full life. It is not all bed of roses, I know that, because she had her ups and downs, she had trials, but she overcame them all. She did not fall under any pressure. She held on to the faith. When the dark clouds were gathering and the sunlight was not seen, she held on to her faith. And that's the legacy that she has left behind. And this morning we have sunshine. We were having rain yesterday, I believe, but today there is sunshine because God is merciful to us, because God loves Amachi very dearly. May His name be glorified. മക്കളെ പ്രതിനിധീകരിച്ചാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോടുകൂടെ എന്നുള്ളതിൽ ചേർക്കാൻ മറന്നുപോയ ഒരു കാര്യം, ഞങ്ങൾ 4 മക്കളാണ്. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ, എൻ്റെ മൂത്ത പെങ്ങള്, 3ാമത് ഞാൻ, 4ാമത് കൊച്ചുമോള്. 10 കൊച്ചുമക്കളാണ്. 16 കൊച്ചുമക്കളും ആണുള്ളത്. ഒരു കാര്യം ഞാൻ പ്രത്യേകമായിട്ട് പറയാൻ, ഞാനായിട്ട് പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, അമ്മച്ചിയെ ദൈവം ഏൽപ്പിച്ചതിൽ ആരും നഷ്ടപ്പെട്ടു പോയില്ല. നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചത് ഞാനാണ്. ഞാൻ നഷ്ടപ്പെട്ടു പോയി എന്നാണ് പലരും വിചാരിച്ചത്. ജോൺ പി തോമസ് ഒക്കെ അതിന് നേരിൽ ഉള്ള സാക്ഷികളാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷമാണ് പിന്മാറ്റത്തിലേക്ക് പോയത്. പിന്മാറ്റം രക്ഷിക്കപ്പെടാത്ത ഒരവസ്ഥയേക്കാൾ ദോഷമായ രീതിയിൽ പോകാനായിട്ട് സാധിക്കും എന്നുള്ളതിന് ജീവിക്കുന്ന ഒരു എക്സാമ്പിളായിരുന്നു. എന്നാൽ പിന്നീട് ഞാൻ തിരിച്ചു വരും എന്ന് ഒരു പ്രതീക്ഷ ആർക്കും ഉണ്ടായിരുന്നില്ല. ജെയിംസ് ചാന്റെ ഒരു മോനോടുള്ള ബന്ധത്തിൽ പറഞ്ഞു, കുഞ്ഞുമോന് തിരിച്ചു വരാമെങ്കിൽ എൻ്റെ മോനും തിരിച്ചു വരും. ദാറ്റ് വാസ് വേർ ഐ യൂസ് ടു ബി. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പെങ്ങളവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു പ്രാർത്ഥനാ ക്ലബ് ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അമ്മച്ചി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞാൻ സീബ് ബ്രദർ അസംബ്ലിയുടെ മൂപ്പന്മാരിൽ ഒരാളായിരിക്കെ അവധിക്ക് വന്ന ഒരു സഹോദരൻ അമ്മച്ചിയെ കൈപിടിച്ച്
ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു, ഇത്ര നല്ല ഒരു മോനെ പ്രസവിച്ച അമ്മയല്ലേ ഈ നല്ല മോനെന്ന് പറഞ്ഞത്. എന്നെ കുറിച്ചാണ് ഈ പറയുന്നത് എൻ്റെ ആ സഹോദരൻ. അമ്മച്ചി പറഞ്ഞു, മോനെ എൻ്റെ 10-20 കൊല്ലത്തെ കണ്ണുനീരാ. അങ്ങനെ എനിക്ക് വേണ്ടി അമ്മച്ചിയെ കുറച്ചേറെ കണ്ണുനീര് കുടിപ്പിച്ച ഒരു മകനാണ് ഞാൻ എന്നുള്ളതും പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും ശക്തിയുണ്ട് എന്നുള്ളതിൻ്റെ ജീവിക്കുന്ന ഒരു ദൃഷ്ടാന്തവുമാണ് ഞാനെന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കൊച്ചുമക്കളായിട്ടും ആരും നഷ്ടപ്പെട്ടില്ല. 4 മക്കളും ദൈവ നാമമഹത്വത്തിനായിട്ട് അതത് സ്ഥലം സഭയോട് ചേർന്ന് ജീവിക്കുന്നു. 10 കൊച്ചുമക്കളും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവഭാഗത്ത് അവരവരെ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മീയ പ്രവർത്തനങ്ങളുമായിട്ട് പോകുന്നു. ഈ 16 കൊച്ചു മക്കളിൽ വിശ്വസിക്കാൻ പ്രായമായിട്ടുള്ളവരെല്ലാവരും കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. 4 പേർ സ്നാനപ്പെട്ട്, കെവിൻ സ്നാനപ്പെട്ട് അത് സ്ഥലം സഭയോടുകൂടെ ചേർന്ന് പോകുന്നു. അങ്ങനെ 4 പേർ സ്നാനപ്പെട്ട് ദൈവഭാഗത്താണ്. അമ്മച്ചിയെ ദൈവം ഏൽപ്പിച്ചത് ഒന്നും നഷ്ടപ്പെട്ടു പോയില്ല എന്നുള്ളത് വളരെ ധൈര്യത്തോടു കൂടി പറയുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. 2-3 കാര്യങ്ങൾ മാത്രം അമ്മച്ചിയുടെ പ്രാർത്ഥന കൊണ്ട് എനിക്കുണ്ടായ ഒരു കാര്യവും പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അമ്മച്ചി ദൈവത്തെ സേവിച്ചോ മോനെ എന്ന് പറയുന്നതിന് പലപ്പോഴും പറയാറുണ്ടായിരുന്ന ഒരു ഉദാഹരണം, ഈ നാണം കെട്ട ഗവൺമെന്റിനെ സേവിച്ചിട്ട് എൻ്റെ മൂക്കിൽ ശ്വാസം ഉള്ളിടത്തോളം കാലം ഞാൻ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വിശ്വസ്തനായ ദൈവത്തെ നീ സേവിച്ചാൽ എത്രമാത്രം പ്രതിഫലം കിട്ടും? സ്വർഗത്തിൽ കിട്ടാൻ പോകുന്ന പ്രതിഫലത്തിന്റെ അളവിനെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും ബോധമുണ്ടോ എന്ന് അമ്മച്ചി എന്നോട് ചോദിക്കുമായിരുന്നു. മറ്റൊരു കാര്യം, ഈ പ്രാർത്ഥനയും വചനപാരായണത്തിന്റെയും ഒന്ന് ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരു തെളിവാണെന്നുള്ളത് മാത്രമല്ല, അമ്മച്ചി പോയാൽ ഇത് ഏറ്റെടുക്കാനായിട്ട് എൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും വേണം എന്നുള്ളതിൻ്റെ പേരിൽ ഞാൻ ഈ ലൈനിൽ കുറച്ച് തുടങ്ങുവാനായിട്ട് താല്പര്യപ്പെട്ടു. സീബ് അസംബ്ലിയിൽ ഞാൻ ആയിരുന്നപ്പോൾ ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ, ഒരു 10-60-70 പേരേ ഉള്ളൂ. അപ്പം ഒരു കാര്യം ഞങ്ങൾ കാര്യമായിട്ട്, പൊതുവെ ഗൾഫിലുള്ള എല്ലാ അസംബ്ലികളിലും പ്രാർത്ഥനയുടെ ശക്തി ഈ നാട്ടിലുള്ളതിനേക്കാൾ പൊതുവെ കൂടുതലാണ്. ഞങ്ങൾ സഭയിലുള്ള എല്ലാവരെയും ഓർത്ത് എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം എന്ന് ഒരു തീരുമാനമെടുത്തു. പലരും ആ കാര്യം ചെയ്തു എന്നുള്ളതിനുള്ള ഒരു തെളിവ്, എനിക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും മസ്കറ്റ് സീബ് അസംബ്ലിയിലുള്ള ഏതെങ്കിലും ഒരു സഹോദരനിൽ നിന്ന് ടെലിഫോൺ കോൾ വരും. 6 വർഷം കഴിഞ്ഞ് ഞാൻ സീബ് വിട്ടിട്ട്, സഹോദര എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയും. എല്ലാ ദിവസവും എല്ലാവരെയും ഓർത്ത് സഭയിലുള്ളവരെല്ലാവരും പ്രാർത്ഥിച്ചാൽ ആ സഭയ്ക്ക് അനുഗ്രഹം ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ച് യാതൊരു സംശയം വേണ്ട. അങ്ങനെ ഞാൻ ഈ ലിസ്റ്റ് ഉണ്ടാക്കി തുടങ്ങി. വീട്ടുകാരുടെയൊക്കെ ലിസ്റ്റ് ഉണ്ടാക്കി തുടങ്ങി കഴിയുമ്പോൾ ചിലരുടെ പേരറിയില്ല. ഒരു പേര് ബോബിയുടെ മോളുടെ പേര് ഒരു ക്രിസ്ത്യാനി പേരല്ല എന്നുള്ളത് എനിക്ക് തോന്നിയത്. അപ്പൊ അമ്മച്ചിയോട് ചോദിച്ചു, അത് ദിയ മോള് ആര്? ദിയ മോള് ദിയ. She had no doubt. She knew every grandchildren's name by heart all the time. വേറെ ആരോട് ചോദിച്ചിട്ടും ഈ ദിയ എന്നുള്ള പേര് പെട്ടെന്ന് ആരും ഓർത്തില്ല. പക്ഷെ അമ്മച്ചി knew that perfectly well. അങ്ങനെ ആ ലിസ്റ്റ് ഇത് സീബ് അസംബ്ലിയിലുള്ള സഹോദരന്മാർ കൂടാതെ നോർത്ത് അസംബ്ലിയിലുള്ള പലവരെയും ഓർത്ത് ഞാൻ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ സ്വന്തപ്പെട്ടവര് എന്ന് പറയുന്ന സുവിശേഷകന്മാരല്ലാത്ത ഒരു 650 പേരെ ഓർത്ത് എല്ലാ ദിവസവും കാലത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് ഞാൻ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആരോട് പറഞ്ഞാലും ഇത് വിശ്വസിക്കാനായിട്ട് സാധ്യത കുറവാണ്.
ഞാൻ സഹോദരന്മാരോട് സീവിലുണ്ടെന്ന് പറയുമായിരുന്നൊരു സ്ഥലമുണ്ട്, വലിയ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. സിലിഗുരി ഒരു സ്ഥലം വെച്ചോ, ഞാൻ അവിടെ പോയിട്ടില്ല, സീവിലുള്ള പലരും പോയിട്ടില്ല. സഹോദര, ഈ സിലിഗുരിയിലുള്ള പ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിന് വേറെ ഒരു ടാലന്റും വേണ്ട, മുട്ടൂത്തി എന്നിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചാൽ മതി. ഒരു ദിവസം കർത്താവ് സിലിഗുരിയിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രതിഫലം കൊടുക്കുന്ന നാളിൽ സിലിഗുരിയിൽ പ്രവർത്തിച്ച സഹോദരന് കൊടുക്കുന്ന അതേ പ്രതിഫലം ഈ മുട്ടുമേൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതിനെക്കുറിച്ച് സംശയിക്കൊന്നും വേണ്ട. അത് ജോൺ പി തോമസ് ഓർപ്പിക്കുകയുണ്ടായി. പലപ്പോഴും തന്റെ പ്രവർത്തന മുഖാന്തരം ആത്മാക്കൾ രക്ഷിക്കപ്പെടുമ്പോൾ അതിന്റെ പുറകിൽ അമ്മുച്ചിയുടെ മാത്രമല്ല അനേകരുടെ മുട്ടുകൾ മടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ആണ് വാസ്തവമായിട്ടുള്ള കാര്യം. പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിൽ ദൈവം അവരെ ആരെയും തീർച്ചയായിട്ടും മറക്കുകയില്ല. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല എന്നാണ് വ്യക്തമായിട്ട് ദൈവ വചനത്തിൽ നാം കാണുന്നത്. അവസാനമായിട്ട് ദൈവജനത്തെയും ആത്മീയ പ്രവർത്തനങ്ങളെയും കൊച്ചുമോള് പറഞ്ഞൊരു കാര്യം ഞാൻ മറക്കുന്നതിന് മുമ്പ് പറയാണ്. 2 പെങ്ങന്മാർക്കും ആ സമയത്ത് ഉണ്ടാകുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഒരു അതിശയമാണ്. അത് നന്നായി, കാരണം അല്ലെങ്കിൽ അവർക്കൊരു സങ്കടമായി പോയേനെ. കൊച്ചുമോള് ജസ്റ്റ് എത്തി, ആ കാറിൽ പെങ്ങള് പോയേനെ. പക്ഷേ പെങ്ങള് പോകുന്നതിന് മുമ്പും കൊച്ചുമോള് വന്നിട്ടുള്ള ആ ഗ്യാപ്പിൽ കറക്റ്റാണ് അമ്മച്ചി പോയത്. സാധാരണഗതിയിൽ എൻ്റെ ഭവനത്തിൽ ഇന്ന് വരെയുള്ള എല്ലാ മരണത്തിനും ഞാനുണ്ടാവാറുണ്ട്. എന്നാൽ അമ്മച്ചിയുടെ കാര്യത്തിൽ ഞങ്ങള് അമ്മച്ചിക്ക് ആരോഗ്യം ഉണ്ടായിരുന്ന കാലത്ത് ഒരു 10-25 കൊല്ലം എൻ്റെ ഭവനത്തിലാണ് അമ്മച്ചിയായിരുന്നു. എൻ്റെ മക്കളെ വളർത്താനും ഒക്കെ ആയിട്ട് എൻ്റെ ഭവനത്തിലായിരുന്നു അമ്മച്ചി ഉണ്ടായിരുന്നത്. എന്നാൽ ഏട്ടൻ്റെയോ എൻ്റെയോ സംബന്ധിച്ചോ ഞങ്ങളുടെ മക്കളെ സംബന്ധിച്ചോ ഉള്ളതിനേക്കാൾ കൂടുതൽ കരുതൽ എൻ്റെ പെങ്ങന്മാരെ കുറിച്ചായിരുന്നു അമ്മച്ചിക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് അവരോടുള്ള ബന്ധത്തിൽ അവർക്ക് 2 പേർക്കും ഉണ്ടാകുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് ദൈവനാമമഹത്വത്തിനായിട്ട് പറയുകയാണ്. അതുപോലെ ദൈവനാമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ധാരാളമായിട്ട് കൊടുത്തോളാൻ, അത് ഉപ്പാപ്പനും അങ്ങനെയാണ് പഠിപ്പിച്ചത്. അമ്മച്ചി അതിനെ കൂടുതലായിട്ട് ഊന്നൽ കൊടുക്കുമായിരുന്നു. ദൈവനാമ മഹത്വത്തിന് വേണ്ടി മാത്രം ഒരു കാര്യം പറയാം. സീവില് പറഞ്ഞ മാതിരി ഞങ്ങൾ ഈ ക്യാമ്പ്, ഈ ലേബർ ക്യാമ്പുകളിൽ സന്ദർശിച്ച് സുവിശേഷം പറയാനായിട്ട് പോകും. വലിയ കഷ്ടപ്പാടാണ്. അവരുടെ പ്രയാസങ്ങൾ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല എന്നുള്ള സിറ്റുവേഷനിലുള്ള അനേകരുണ്ട്. പലപ്പോഴും സുഗുണയ്ക്ക്, എൻ്റെ ഭാര്യയ്ക്ക് ഒരു പൈസ പോലും അയക്കാൻ കഴിയാതെ 10%, 20%, 50% കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് കൊടുക്കാൻ തയ്യില്ല. അതിന് മാത്രം വലിയ ശമ്പളം എനിക്കുണ്ടായിരുന്നില്ല. പല മാസങ്ങളിലും മുഴുവൻ ശമ്പളവും കൊടുത്തതിന് ശേഷം കടം വാങ്ങിച്ചു കൊടുക്കേണ്ട സ്ഥിതിഗതികൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇതിലൊന്നും ദൈവം കടക്കാരനായി നിൽക്കുകയില്ല എന്നുള്ള കാര്യത്തില് അമ്മച്ചി തന്ന ഉറപ്പ് മാത്രമല്ല, ദൈവം എൻ്റെ കാര്യത്തിലും കടക്കാരനായിട്ടില്ല. ദൈവം 4 മക്കളെയും ഭൗതികമായ രീതിയിലും ധാരാളമായിട്ട് ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ അനുഗ്രഹിച്ചു എന്നുള്ളതും ദൈവനാമ മഹത്വത്തിനായിട്ട് പറയുന്നു. സമയം പോയി, ഇനി കൂടുതൽ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എല്ലാ നിലയിലും ഞങ്ങളുടെ അമ്മച്ചി നിങ്ങൾ എല്ലാവരും പ്രസ്താവിച്ചതുപോലെ തന്നെ മാതൃകയോടുകൂടി ഉള്ള ജീവിച്ച ഒരു അമ്മച്ചിയായിരുന്നു. വളരെ കാലം എൻ്റെ മക്കളെ വളർത്തി സൗനമായിട്ട് ജീവിക്കാനായിട്ട് ഇടയായി. ഏട്ടൻ്റെ ഭവനത്തിൽ വന്നു. അവസാന കാലത്ത് അമ്മച്ചിയെ നോക്കുവാനായിട്ടുള്ള കൃപ ധാരാളമായിട്ട് ചേട്ടനും ചേട്ടത്തിക്കും പെങ്ങന്മാർക്കും ഒക്കെയും കൊടുത്തു. ദൈവം തക്ക സമയത്ത്, ദൈവത്തിൻ്റെ തക്ക സമയത്ത് തൻ്റെ സന്നിധിയിൽ ചേർത്തു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ശുശ്രൂഷ ഇവിടെ അവസാനിക്കുകയാണ്. അന്നമ്മയമ്മച്ചിയുടെ മൂത്ത മകൻ ജോർജ് ഊട്ട് ബ്രദർ മുമ്പോട്ട് കടന്നു വന്ന് നന്ദിയുടെ ചില വാക്കുകൾ പറയുന്നതായിരിക്കും. അതിനു മുമ്പായി പൊതുസഭയുടെ അറിയിപ്പുകാർക്കായിട്ട്
ഇവിടെ പ്രസ്താവിച്ചെന്നവരിൽ ഒരു പ്രാവശ്യം കൂടെ പറയുകയാണ്. രാജുവിൻ്റെ മദറുണ്ടോ കർത്തൃസന്നിധിയിലേക്ക് കഴിഞ്ഞ രാത്രി ചേർക്കപ്പെട്ടു. ഈ വെള്ളിയാഴ്ച ചിറ്റൂരുള്ള സെമിത്തേരിയിൽ വെച്ച് അവിടെ അടക്കുന്നതായിരിക്കും. ഇത് ശുശ്രൂഷ ഭവനത്തിൽ വെച്ച് നടന്നതിന് ശേഷം സെമിറ്ററിയിൽ, ചിറ്റൂരുള്ള സെമിറ്ററിയിൽ അടക്കുന്നതായിരിക്കും. ഇതെല്ലാ പ്രിയപ്പെട്ടവരുടെ അറിവിലേക്കായിട്ട് പറയുകയാണ്. ഇപ്പോൾ ശുശ്രൂഷ അവസാനിക്കുന്നു. ജോർജ് കുട്ടി ബ്രദർ നന്ദിയുടെ വാക്ക് പറയും. അതിനുശേഷം സഹോദരൻ ടി ജോൺസൺ പ്രാർത്ഥിച്ച് ഇവിടെ അവസാനിക്കുന്നതായിരിക്കും. ശുശ്രൂഷ വീട്ടിൽ 10 മണിക്കായിരിക്കും എന്നുള്ളതും അറിയിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ അനിയൻ അമ്മച്ചിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതിനകത്ത് ചെറുതായിട്ട് വിട്ടുപോയ ഒരു കാര്യം കൂടെ പൂരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മക്കളുടെ മക്കളുടെയും കൊച്ചുമക്കളുടെയും ഡേറ്റ് ഓഫ് ബർത്ത് ഓർപ്പിച്ച് വിളിച്ചു പറയുമായിരുന്നു. എടാ, മറ്റേ സ്വാജുവിന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ അല്ലേ ഇന്ന്, നീ ഈ ഗിഫ്റ്റ് കവർ കൊടുക്കണം. കവർ തരും എല്ലാവർക്കും. ആ കാര്യം കൂടെ ഈ സമയത്ത് ഓർപ്പിക്കണം. അത്രയും പാപശക്തി എല്ലാ മക്കളെയും കൊച്ചുമക്കളെയും നോക്കിക്കൊണ്ടിരുന്ന ഒരു അമ്മച്ചിയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഭാവന ഞങ്ങളെ ഓർത്തുകൊണ്ടിരിക്കുക. വന്നേർന്ന് ഞങ്ങളുടെ സങ്കടത്തിൽ ചേർന്ന എല്ലാവരോടും നന്ദി പറയുന്നു. എൻ്റെ ജന്മസ്ഥലമായ പഴഞ്ഞിയിൽ നിന്ന് എൻ്റെ കുടുംബത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അമ്മച്ചിയുടെ ജന്മസ്ഥലവും എൻ്റെ അച്ചാച്ചന്മാരുടെ സ്ഥലമായ അങ്കവാലിയിൽ നിന്ന് ആളുകൾ കടന്നു വന്നിട്ടുണ്ട്. അച്ചാച്ചന്മാർ കടന്നു വന്നിട്ടുണ്ട്, ബന്ധുക്കൾ കടന്നു വന്നിട്ടുണ്ട്. ഭാര്യയുടെ ജന്മസ്ഥലമായ പീച്ചിയിൽ നിന്ന് എല്ലാവരും അളിയന്മാരൊക്കെ കടന്നു വന്നിട്ടുണ്ട്. പിന്നെ പെങ്ങന്മാരുടെ സ്ഥലമായ കുറിയന്നൂർ, തിരുവല്ല എന്നീ സ്ഥലങ്ങളിൽ നിന്നെല്ലാം വന്നിട്ടുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഞങ്ങളെ സ്നേഹിതന്മാരും സഹവാങ്ങളും എല്ലാവരും ഇവിടെ കൂടി വന്നിട്ടുള്ള എല്ലാവർക്കും വീണ്ടും വീണ്ടും നന്ദി പറഞ്ഞുകൊള്ളുന്നു. പ്രത്യേകാൽ ഈ വടുതല സഭാ ഹാളിൽ ഇത്രയും സൗകര്യപ്പെടുത്തി തന്ന സഭ മൂപ്പന്മാർക്കും സഭാ അംഗങ്ങൾക്കും ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കുന്നു. നമസ്കാര ശുശ്രൂഷ ഏതാണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ സെമിത്തേരിയിലേക്ക് വന്ന് അതിലും കൂടെ സംബന്ധിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തെയാണ് മരണമടഞ്ഞ ചേച്ചി. കഴിഞ്ഞ 56 വർഷങ്ങളായിട്ട് എനിക്ക് ചേച്ചിയെ അടുത്തറിയുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 23 വർഷങ്ങളായിട്ട് ഈ എറണാകുളത്ത് ഞങ്ങൾ ഒരുമിച്ചാണ്. അതുകൊണ്ട് വളരെ അടുത്ത് അറിയുവാനായിട്ടും അവിടുന്ന് സഹായിച്ചിട്ടുണ്ട്. ചേട്ടനെ 43 വർഷങ്ങൾക്ക് മുൻപേ ദൈവം വിളിച്ച് തന്നോട് ചേർത്തു. താൻ പ്രിയ ജോർജുട്ടിയുടെ വീട്ടിൽ ആണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പോയി അനേക കാര്യങ്ങൾ പറയും. വളരെ പ്രാർത്ഥനയോടുകൂടി നാം കേട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ചേച്ചി വളരെ പ്രാർത്ഥനയിൽ മുഴുകിയ ഒരു സഹോദരിയായിരുന്നു. സഭയോടുള്ള ബന്ധത്തിലും ഞങ്ങൾ ഒരുമിച്ച് ഒരു നോർത്ത് അസംബ്ലിയിലാണ്. സഭയോടുള്ള ബന്ധത്തിലും സഹോദരിമാരുടെ മധ്യത്തിൽ വളരെയേറെ പ്രവർത്തനത്തിൽ ആരോഗ്യമുള്ള കാലത്ത് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ ഈ 93 വയസ്സിൽ അവസാനമൊന്നും കഷ്ടതയിൽ കൂടി ദൈവം കടത്തിയില്ല എന്നുള്ളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വീട്ടിൽ ചെന്നാൽ വർത്തമാനം പറയും, നല്ല ഓർമ്മയുണ്ട്, എഴുന്നേറ്റ് വന്നിരുന്ന് വർത്തമാനം പറയും. എന്നാൽ ലാസ്റ്റിൽ മാത്രം അല്പം ചില കിടക്കയിൽ മാത്രം കഴിഞ്ഞു. 3-4 പ്രാവശ്യം ചില പ്രയാസങ്ങളുണ്ടായി. ജോർജുട്ടി എന്നെ വിളിക്കും, ഞാൻ പെട്ടെന്ന് അവിടെ ചെല്ലും. പക്ഷേ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ആ പ്രയാസം അങ്ങ് മാറും. എന്നാൽ മരണം അടഞ്ഞ് അന്ന് അവിടെ ചെന്നപ്പോഴത്തേക്ക് പിന്നീട് പ്രയാസം മാറിയില്ല, കഴിഞ്ഞുപോയി. കർത്താവ് കൂടുതൽ പ്രയാസം കഷ്ടതയിൽ കൂടി തന്നെ വിട്ടില്ല. തക്ക സമയത്ത് ദൈവം വിളിച്ചു, തന്നോട് ചേർത്തു. നമുക്ക് കേട്ട അനുസ്മരണങ്ങളിൽ നമുക്കറിയാം.
മക്കളും കൊച്ചുമക്കളുമൊക്കെ ദൈവഭാഗത്ത് ആയി തൻ്റെ പ്രാർത്ഥനയുടെ ഫലം അത് അനുഭവിച്ചറിയുവാൻ ദൈവം സഹായിച്ചു. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളകൂടാതെ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഏത് സമയത്തും ഞങ്ങൾക്ക് നിൻ്റെ സന്നിധിയിൽ അടുത്തു വന്ന് ഞങ്ങളെ ആവശ്യങ്ങൾ നിന്നോട് അറിയിക്കുവാൻ, നന്ദിയും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ തന്ന മക്കളെന്നുള്ള പദവിക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കൃപയാൽ വിശ്വാസത്താൽ ദൈവമക്കളായിട്ട് തീരുമാനമായിട്ടുള്ള ഭാഗ്യം അവിടെ നൽകി തന്നു. അന്ന് മുതൽ ഇന്ന് വരെയും അവിടുത്തെ വാഗ്ദത്തപ്രകാരം ഞാനോ എല്ലാ നാളും ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാക്ക് പറഞ്ഞവൻ, വാക്ക് മാറാത്തവനായിട്ട് എല്ലാ ദിവസവും ഞങ്ങളെ അന്നന്ന് വേണ്ടതായിരിക്കുന്ന ആലോചന തന്ന് ഞങ്ങളെ നടത്തുന്ന കർത്താവായിരിക്കുന്നതിനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ചേച്ചിയോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ 93 വർഷങ്ങൾ അത്ഭുതകരമായിട്ട് നീ നടത്തി. പ്രയാസങ്ങളും പ്രതികൂലങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 43 വർഷങ്ങൾ വിധവയായിട്ട് കഴിയേണ്ടിയും വന്നു. എങ്കിലും കർത്താവ് നീ കൂടെ ഉണ്ടായിരുന്ന അത്ഭുതകരമായിട്ട് വഴി നടത്തിയ വിധങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കഷ്ടതയിൽ കൂടി അവിടുന്ന് കടത്തിയില്ല. അല്പമായിട്ടുള്ള പ്രയാസങ്ങൾ അവസാനം ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. തക്ക സമയത്ത് നീ വിളിച്ചു, നിന്നോട് ചേർത്തു. സ്തോത്രം. കർത്താവ് എത്ര നല്ലവനും വല്ലഭനും വിശ്വസ്തനുമാണ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് സങ്കടത്തിനക്കാരനോട് ചേർന്ന് തൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമാക്കുവാൻ സഹായിച്ചതിനായിട്ടും ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ചേച്ചി നിന്നോട് കൂടെ സന്തോഷം അനുഭവിച്ച് അവിടെ കഴിയുകയാണല്ലോ. ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങൾ തരുന്നു. വേർപാട് ദുഃഖം തരുന്നത് തന്നെയാണ്. കർത്താവെ, കഴിഞ്ഞ അനേക വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ചു, വഴി നടത്തി. എന്നാൽ വേർപെട്ട് പോകുമ്പോൾ ദുഃഖം ഉണ്ട് എന്ന് വരികിലും കർത്താവ്, ഞാനോ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു, നിങ്ങളെ ബലപ്പെടുത്തുമെന്ന് പറഞ്ഞ കർത്താവ് ഞങ്ങളോട് കൂടെ ഉണ്ട്. അതിനായിട്ട് സ്തോത്രം. കർത്താവ് തൻ്റെ മക്കളെ വലിയ പ്രത്യാശയിൽ വീണ്ടും കാണാമെന്നുള്ള വലിയ പ്രത്യാശയിൽ, കാണാമെന്ന് തന്നെയല്ല നിത്യം കർത്താവിനോടുകൂടെ വസിക്കാമെന്നുള്ള വലിയ പ്രത്യാശയിൽ ഞങ്ങൾക്ക് സമാധാനവും ആശ്വാസവും കണ്ടെത്തുവാത്തക്കൊണ്ടും ദുഃഖത്തിലിരിക്കുന്നവരെ അവിടുന്ന് സഹായിക്കണമെന്നും ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. തൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അനേക കാര്യങ്ങൾ അവിടുന്ന് സാധിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനായിട്ട് സ്തോത്രം. കർത്താവെ, പല സ്ഥലങ്ങളിൽ നിന്നും ക്ഷേമത്തോടെ കടന്നു വരുവാൻ അവിടുന്ന് സഹായിച്ചു. സ്തോത്രം. ഈ ശുശ്രൂഷ ഇത്രത്തോളം അനുഗ്രഹമായിട്ട് നടക്കുവാനും അവിടുന്ന് സഹായിച്ചു. അതിനായിട്ട് സ്തോത്രം. തുടർന്ന് സിമട്രിയിലേക്ക് ഞങ്ങൾ പോവുകയാണ്. നീ കൂടെ ഉണ്ടായിരിക്കണമേ, സഹായിക്കണമേ. അതും ആ ശുശ്രൂഷയോടെ അനുഗ്രഹമായിട്ട് നടക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. മാനവും മഹത്വവും അവിടുന്ന് തന്നെ എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിനെ വീഴ്ചയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. തുടർന്നുള്ള ക്രമീകരണങ്ങൾ ഒന്ന് വേഗം പറയുന്നു. ശുശ്രൂഷ ആഗ്രഹിച്ചാലും ഒരു അരമണിക്കൂർ വൈകിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് സിമിട്രിയിലോട്ട് പോകണം. സിമിട്രി ഇവിടുന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ ചിറ്റൂർ പാലം കാണും. പാലം കടന്ന് അപ്പുറമാണ് സിമിട്രി ഉള്ളത്. അതുകൊണ്ട് അമ്മച്ചിയുമായിട്ട് എത്രയും അടുപ്പമുള്ളവരാണ് ഇത്രയും പേര് ഇവിടെ വന്ന് ഇരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. എല്ലാവരും സിമിട്രിയിലോട്ട് വരണം എന്നുള്ളതാണ് കുടുംബാംഗങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ആർക്കെങ്കിലും ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ കടന്നു വന്ന് കാണുന്നതിനും അന്ത്യചുംബനം നൽകുന്നതിനുമുള്ള സമയമാണ്. അതിനുശേഷം എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് ശരീരം സിമിട്രിയിലോട്ട് നീക്കേണ്ടതുണ്ട്. അപ്പുറമാണ് സിമിട്രി ഉള്ളത്. അതുകൊണ്ട് അമ്മച്ചിയുമായിട്ട് എത്രയും അടുപ്പമുള്ളവരാണ് ഇത്രയും പേര് ഇവിടെ വന്ന് ഇരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. എല്ലാവരും സിമിട്രിയിലോട്ട് വരണം എന്നുള്ളതാണ് കുടുംബാംഗങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ആർക്കെങ്കിലും ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ കടന്നു വന്ന് കാണുന്നതിനും അന്ത്യചുംബനം നൽകുന്നതിനുമുള്ള സമയമാണ്. അതിനുശേഷം എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് ശരീരം സിമിട്രിയിലോട്ട് നീക്കേണ്ടതുണ്ട്. അടുപ്പമുള്ളവരാണ് ഇത്രയും പേര്
ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ആർക്കെങ്കിലും ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ കടന്നു കാണുന്നതിനും അന്ത്യചുംബനം നൽകുന്നതിനുള്ള സമയമാണ്. അതിനുശേഷം എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് ശരീരം സിമിട്രിയിലോട്ട് നീക്കേണ്ടതുണ്ട്. കടന്നു കാണുന്നതിനും അന്ത്യചുംബനം നൽകുന്നതിനുള്ള സമയമാണ്. അതിനുശേഷം എത്രയും പെട്ടെന്ന്